സിൽവർ ലൈൻ പദ്ധതിയിൽ നിർണായക നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് കേരയിൽ. അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. അടിസ്ഥാന പദ്ധതിയിൽ മാറ്റം വരുത്താതെ അലൈൻമെന്റിൽ ഭേദഗതി വരുത്താൻ തയ്യാറാണെന്നാണ് കേരയിൽ കേന്ദ്ര റെയിൽവേ ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. DPRലും ഭേദഗതികൾ വരുത്താനുള്ള സന്നദ്ധതയും അത്തരത്തിൽ കേരയിൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം റെയിൽവേയുടെ ബദൽ നിർദ്ദേശം തള്ളി മെട്രോമാനും BJP നേതാവുമായ E. ശ്രീധരനും രംഗത്ത് വന്നിട്ടുണ്ട്. ബ്രോഡ്ഗേജ് പാത നിർദ്ദേശം അപ്രായോഗികമെന്നാണ് E. ശ്രീധരന്റെ നിലപാട്. സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ പ്രത്യേക പാത വേണമെന്ന നിലപാടിനൊപ്പമാണ് മെട്രോമാനും ഉള്ളത്. ശ്രീധരൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അയച്ച കത്ത് റെയിൽവേ ബോർഡിന്റെ ബദൽ നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണ്. ഈ കത്തിന്റെ പകർപ്പും അതോടൊപ്പം തന്നെ കേരളിന്റെ റെയിൽവേ ബോർഡിന് നൽകിയ കത്തിന്റെ പകർപ്പും മീഡിയ വണ്ണാണ് പുറത്തുവിട്ടത്. മെട്രോമാന്റെ പിന്തുണ കേരളിലും സംസ്ഥാന സർക്കാരിനുമാണ്. അത് രാഷ്ട്രീയമായ ഒരു നേട്ടമാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 5, 6 തീയതികളിൽ റെയിൽവേ ബോർഡുമായിട്ട് കേരയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ പിന്നാലെ അതിൽ വന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുൻനിർത്തിയാണ് കേരളിന്റെ ഈ പുതിയ നീക്കം. അതോടൊപ്പം തന്നെ കേരയിൽ റെയിൽവേ ബോർഡിനെ അറിയിച്ച പ്രധാന കാര്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. അലൈൻമെന്റ് മാറ്റാം, അതായത് നിലവിൽ തന്നിരിക്കുന്ന DPR ഒക്കെ വെച്ച് തന്നെ അലൈൻമെന്റിൽ മാറ്റം വരുത്താം എന്നതാണ് പ്രധാനമായും കേരയിൽ പറയുന്നത്. അടിസ്ഥാന പദ്ധതിയിൽ മാറ്റം വരുത്താതെ അലൈൻമെന്റിൽ ഭേദഗതി വരുത്താൻ തയ്യാറാണെന്നാണ് കേരയിൽ റെയിൽവേ ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. റെയിൽവേ ഭൂമി ഒഴിവാക്കാം, അതായത് നിലവിൽ ഈ ഭൂമി ഏറ്റെടുക്കലിൽ മാറ്റത്തിന് തയ്യാറാണെന്ന് കേരയിൽ അത്തരത്തിൽ അതിന് സന്നദ്ധത അറിയിക്കുന്നുണ്ട്. റെയിൽവേയുടെ 108 ഹെക്ടർ ഭൂമിയാണ് സിൽവർ ലൈനിന് വേണ്ടത്. ഇത് വിട്ടുതരാൻ റെയിൽവേ തയ്യാറല്ലെങ്കിൽ അലൈൻമെന്റ് മാറ്റാമെന്ന നിർദ്ദേശമാണ് കേരയിൽ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ സമരസമിതി അടക്കം പറയുന്നതനുസരിച്ച് കൂടുതൽ ഭൂമിയൊക്കെ ഏറ്റെടുക്കേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ പുനരാലോചന, അതായത് ഡിസംബറിൽ നടന്ന ഈ ചർച്ചയിൽ ഈ സാങ്കേതികമായും പാരിസ്ഥിതികമായും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കേരയിൽ എന്ന നിർദ്ദേശം പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രി അടക്കം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നിലവിൽ ഈ സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒക്കെ ഒഴിവാക്കി അതിവേഗ വണ്ടിക്കുള്ള പാതയായി പരിഗണിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ സാങ്കേതികമോ പാരിസ്ഥിതികമോ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്നും കേരയിൽ അറിയിക്കുന്നുണ്ട്. DPRൽ മാറ്റം വരുത്താം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡെഡിക്കേറ്റഡ് സ്റ്റാൻഡേർഡ് ലോൺ ഡീപ് സ്പീഡ് കോറിഡോറായി നിലനിർത്തിക്കൊണ്ട് തന്നെ DPRൽ മാറ്റം വരുത്താമെന്നാണ് കേരയിൽ പറയുന്നത്. അത്തരത്തിൽ തങ്ങൾ തയ്യാറാണ് എന്നും റെയിൽവേ മന്ത്രാലയത്തിനെ അറിയിച്ചിട്ടുണ്ട്. അതിവേഗ ട്രെയിനുകൾക്ക് പ്രത്യേക പാത, അതായത് ഡെഡിക്കേറ്റഡ് സ്റ്റാൻഡ് ലോൺ സ്പീഡ് കോറിഡോറായി തന്നെ സിൽവർ ലൈനെ നിലനിർത്തിക്കൊണ്ട് DPRൽ മാറ്റം വരുത്താമെന്നാണ് കേരയിൽ നിലവിൽ അറിയിക്കുന്നത്. അതേസമയം അതിവേഗ ട്രെയിനുകൾക്കുള്ള പ്രത്യേക പാത, ആ ഒരു നിലപാടിൽ നിന്ന് കേരയിൽ മാറുന്നില്ല. അതായത് ഇത് സ്റ്റാൻഡ് അലോണായി അതിവേഗ ട്രെയിനുകൾ മാത്രം ഓടിക്കാനുള്ള ഒരു പാതയാകേണ്ടതുണ്ട്. അതിവേഗ ട്രെയിനിനായി പ്രത്യേക അതിവേഗ പാത വേണം എന്ന ആവശ്യത്തിൽ തന്നെ കേരയിൽ നിൽക്കുകയാണ്. വന്ദേ ഭാരതിനും ചരക്ക് വണ്ടികൾക്കുമായി ബ്രോഡ് ഗേജ് ആക്കി മാറ്റണം എന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അത് റെയിൽവേ ബോർഡ് മുന്നോട്ട് വെച്ച ആ നിർദ്ദേശമുണ്ടായിരുന്നു. അത് കേരയിൽ തള്ളുകയാണ്. നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത അപ്രായോഗികമാണെന്നാണ് കേരളിന്റെ നിലപാട്. സ്റ്റാൻഡേർഡ് ഗേജിൽ മാറ്റമില്ല, അതായത് റെയിൽവേയുടെ നിലവിലെ നിലപാട് സ്റ്റാൻഡേർഡ് ഗേജ് വേണ്ട, ബ്രോഡ് ഗേജ് ആണെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നതാണ്. എന്നാൽ സ്റ്റാൻഡേർഡ് ഗേജിൽ മാറ്റമില്ല, സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ പ്രത്യേക പാത വേണമെന്നാണ് കേരളിന്റെ നിലപാട്. വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കാൻ കഴിയും വിധം മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് കേരയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് KR സാജുവാണ് കേരളിന്റെ നിർണായക നീക്കങ്ങൾ സമഗ്രമായി വിലയിരുത്തുന്നത്. അടിസ്ഥാനപരമായി സിൽവർ ലൈൻ പദ്ധതിയുടെ വിശദാംശങ്ങളിൽ നിന്നും കേരയിൽ പിന്മാറിയിട്ടില്ല. പക്ഷേ ഭാഗികമായ ചില നയം മാറ്റങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നതാണ് റെയിൽവേ ബോർഡിന് അയച്ച ഏറ്റവും പുതിയ കത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഗേജിൽ സ്റ്റാൻഡ് അലോൺ പാത എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇപ്പോഴും കേരയിൽ തയ്യാറല്ല. ബ്രോഡ് ഗേജിലേക്ക് മാറ്റണമെന്ന കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ ആവശ്യത്തെ ഇപ്പോഴും നിരാകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അലൈൻമെന്റിന്റെ കാര്യത്തിലാണ് വിട്ടുവീഴ്ച നടത്താൻ തയ്യാറായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അവിടെ വേണമെങ്കിൽ റെയിൽവേ ഭൂമിയെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ അലൈൻമെന്റിലേക്ക് കടക്കാമെന്ന നിർദ്ദേശമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരയിൽ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമുള്ളത് DPRന്റെ കാര്യത്തിലും ചില മാറ്റങ്ങൾക്ക് തയ്യാറാണ്. അതിൽ തന്നെ
ഏറ്റവും പ്രധാനപ്പെട്ടതായി വിശദീകരിക്കാൻ നമുക്ക് കഴിയുന്നത് സാങ്കേതികവും പാരിസ്ഥിതികവുമായ ചില പ്രശ്നങ്ങൾ ഒരു പ്രത്യേക അതിവേഗ പാതയാകുമ്പോൾ ഉണ്ടാക്കുമെന്ന് കേന്ദ്ര റെയിൽവേ ബോർഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് കേരളയിൽ അംഗീകരിക്കുകയാണ്. അതിനനുസൃതമായ മാറ്റങ്ങൾ പാരിസ്ഥിതികമായ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ മറ്റ് സാങ്കേതികമായ കാര്യത്തിലും മാറ്റം വരുത്താൻ തയ്യാറാണ് എന്നാണ് കേരളയിൽ അറിയിക്കുന്നത്. സിൽവർ ലൈൻ്റെ DPR പ്രകാരം ഫുള്ളി ഓട്ടോമേറ്റഡ് സിഗ്നലിംഗ് സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പറ്റില്ല. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന കവച് സുരക്ഷാ സംവിധാനം വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ റെയിൽവേ ബോർഡ് കേരളത്തിന് മുന്നിൽ വെച്ചിരുന്നു. അത്തരം സാങ്കേതികമായ കാര്യങ്ങളിൽ എതിർപ്പില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രോഡ് ഗേജിലേക്ക് മാറണമെന്ന ആവശ്യത്തെ അംഗീകരിക്കാൻ കേരളയിൽ തയ്യാറല്ല. അതിന് കേരളയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിനകത്തുകൂടി വന്ദേ ഭാരത് ട്രെയിനോ അല്ലെങ്കിൽ ചരക്ക് തീവണ്ടികളുമൊക്കെ ഓടിച്ചാൽ അതിവേഗ പാത എന്ന ലക്ഷ്യത്തെ താളം തെറ്റിച്ച് അത് കളയും. അതിവേഗ പാതയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ലോകത്തെല്ലായിടത്തും ഉള്ളതുപോലെ സ്റ്റാൻഡ് അലോൺ പാത, അതിനുവേണ്ടി മാത്രമായി ഒരു പ്രത്യേക പാത എന്ന നിലയ്ക്ക് തന്നെ വേണം. അത് സ്റ്റാൻഡേർഡ് ഗേജാണ്, ഏറ്റവും അനുയോജ്യമായ എന്ന നിലപാടാണ് കേരളയിൽ സ്വീകരിക്കുന്നത്. കേരളയിലിനെ പിന്തുണച്ചുകൊണ്ടാണ് മെട്രോമാൻ ഇ ശ്രീധരനും രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അയച്ച കത്തും മീഡിയ വണ്ണിൽ ലഭിച്ചിരുന്നു. ആ കത്തിൽ പറയുന്നുണ്ട്, ബ്രോഡ് ഗേജ് ആക്കണം എന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ദീർഘവീക്ഷണമില്ലായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അയച്ച കത്തിൽ കേന്ദ്ര റെയിൽവേ ബോർഡിനെ കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മാത്രമല്ല, ബ്രോഡ് ഗേജ് ആക്കണമെന്ന നിർദ്ദേശം അങ്ങേയറ്റ നിരാശാജനകവും ദുഃഖവും ഉണ്ടാക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരമൊരു പാത കേന്ദ്ര റെയിൽവേ ബോർഡ് പറയുന്ന പോലെ ഒരു പാത അതിവേഗ പാതയ്ക്കായി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ അംഗീകാരം പോലും കിട്ടില്ല എന്ന വാദവും മെട്രോമാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര റെയിൽവേ ബോർഡിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങരുത് എന്ന് കാട്ടി അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനും അത്തരത്തിൽ ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി നിലപാടെടുക്കേണ്ടത് കേന്ദ്ര റെയിൽവേ ബോർഡാണ്. കത്ത് കൊടുത്ത മാസം ഒന്ന് പിന്നിട്ടെങ്കിലും റെയിൽവേ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അത് സംബന്ധിച്ച അനുകൂലമായ ഒരു നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ കേരളയിൽ വിരുദ്ധ സമരസമിതി ആകട്ടെ ഇപ്പോഴേ എതിർപ്പുമായി രംഗത്തെത്തി. അവർ ചൂണ്ടിക്കാട്ടിക്കുന്നത് റെയിൽ പാതയുടെ ഭാഗങ്ങളിലൂടെ ഉള്ള ഇപ്പോഴത്തെ അലൈൻമെൻറ്റിൽ കൂടുതൽ ആളുകളുടെ വീട് നഷ്ടപ്പെടില്ല. ആ ഭാഗങ്ങളിൽ ഇനി അത് മാറ്റി മറ്റൊരിടത്തേക്കാണ് അലൈൻമെൻ്റ് ആക്കുന്നതെങ്കിൽ കൂടുതൽ ആളുകളുടെ വീടും മറ്റും നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. പരിസ്ഥിതിക്ക് കൂടുതൽ ദോഷമുണ്ടാക്കും എന്നതടക്കമുള്ള വാദങ്ങൾ അവർ ഉന്നയിക്കുകയും എന്തു വന്നാലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല, തങ്ങൾ അതിശക്തമായി കുടിയൊഴിപ്പിക്കലിനെതിരെ രംഗത്ത് വരും എന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞ്. ഏതായാലും കേരളയിലിന് കീഴിലുള്ള സിൽവർ ലൈൻ അർദ്ധ അതിവേഗ പാത എന്ന പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്നില്ല. അത് ഏതു വിധേനയും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പുതിയ നിർദ്ദേശങ്ങൾ കേന്ദ്ര റെയിൽവേ ബോർഡിന് സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് സർക്കാർ എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്നത്. തീർച്ചയായും സാജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി കേരളത്തിന്റെ പുതിയ നിർദ്ദേശത്തോട് കേന്ദ്ര റെയിൽവേ ബോർഡ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത്.